ഇന്റർനാഷണൽ ബിസിനസ് സംഘടനയായ BNA ഇന്റർനാഷണൽ ബിസിനസ് സംഘടനയായ BNA വടകരയിലുള്ള ഒരു ചാപ്റ്ററാണ് BNA കളരി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 1490 ചാപ്റ്റർ ഉള്ളതിൽ 80ാമത്തെ റാങ്കിങ്ങിൽ നിൽക്കുന്ന ഒരു ചാപ്റ്ററാണ് BNA കളരി. അതിൽ തന്നെ 42ഓളം മെമ്പേഴ്സാണ് BNA ഉള്ളത്. ഈ വരുന്ന 22-ാം തീയതി നമ്മൾ 100 കോടി ബിസിനസ് വടകരയിൽ നടത്തിയതിൻ്റെ ആഘോഷവും ഒരു ഫാമിലി മീറ്റപ്പുമാണ് നമ്മൾ തിക്കോടി ഹയാ ബീച്ചിൽ വെച്ച് നടത്തുന്നത്. അന്നേ ദിവസം KK രമ MLA മേഡമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ഒരു പരിപാടിയിലേക്ക് വടകരയിലുള്ള ബിസിനസ് എൻ്റർപ്രണേഴ്സിനെയും മറ്റുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. BNI എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ വെച്ചാൽ നമ്മൾ ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഇപ്പോൾ വേൾഡ് വൈഡായിട്ട് 72 രാജ്യങ്ങളിലുള്ള ഒരു ഓർഗനൈസേഷനാണ് BNI. അപ്പം ഞങ്ങൾ കണ്ണൂർ, കാലിക്കറ്റ്, അതുപോലെ തന്നെ വയനാട്, കാസർഗോഡ് ജില്ലകളിലെ ആ ഒരു റീജിയൻ മാനേജ് ചെയ്യുന്ന കാലിക്കറ്റിലെ റീജിയനാണ്. അപ്പോൾ ആ കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിൽ ഞങ്ങളുള്ള ഒരു ചാപ്റ്ററാണ് BNI കളരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ. അപ്പം ഞങ്ങൾക്ക് അഭിമാനിക്കാനുള്ള ഒരു വലിയൊരു കാര്യം വെച്ചാൽ അപ്പം 1480ഓളം ചാപ്റ്റർ ഇന്ത്യയിലുള്ള ഈ ചാപ്റ്ററിനകത്ത് കാലിക്കറ്റ് സിറ്റിയും അല്ലെങ്കിൽ കണ്ണൂർ സിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പം അവിടെയും 19-20ഓളം ചാപ്റ്റർ ഇത്തരം സിറ്റികളിലുണ്ട്. അപ്പം ആ സിറ്റികളിലൊക്കെ നോക്കുമ്പോൾ അതിലും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ആ സിറ്റികളൊക്കെ വെച്ചിട്ട് വടകരയിൽ നമുക്ക് ഇത്രയും ബിസിനസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ബിസിനസ്സിൻ്റെ എല്ലാ ഓണേഴ്സും അങ്ങോട്ട് ഗിവേഴ്സ് ഗെയിം നമുക്ക് വരുന്ന പല റെഫറലും നമ്മൾ അങ്ങോട്ട് പല കാറ്റഗറി നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുകയാണെങ്കിൽ നമ്മളെ കെട്ടുകല്ല് മുതൽ നമുക്ക് മറ്റുള്ള ടൈലിംഗ് കോൺട്രാക്ടർമാർ, മറ്റുള്ള ആൾക്കാർ, ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഫീൽഡ്, IT ഫീൽഡ്, എല്ലാ ടൈപ്പ് കാറ്റഗറിയിലുള്ള ബിസിനസ് ഓണേഴ്സും വരുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പം ഇങ്ങനെയുള്ള പല കാറ്റഗറി ഇല്ലാത്ത കാറ്റഗറി നമ്മൾ മെമ്പർഷിപ്പിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 42 മെമ്പേഴ്സ് ഉള്ള ഒരു ചാപ്റ്ററാണ് കളരി ചാപ്റ്റർ. അപ്പോൾ ഈ കളരി ചാപ്റ്റർ നമുക്ക് ഈ 4 വർഷം കൊണ്ട് നമുക്ക് ഒരു 100 കോർ നമ്മൾ അച്ചീവ് ചെയ്യുക എന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല. അത് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നത് നാഷണൽ ലെവലിൽ നമ്മൾ 80ാമത്തെ ഒരു ചാപ്റ്റർ ആ ഒരു റാങ്കിലേക്ക് നമ്മൾ എത്തി എന്നതാണ്. ഇത്രയും സിറ്റീസ് വെച്ച് നോക്കുമ്പോൾ വടകരയിൽ നമുക്ക് ഇത്ര അച്ചീവ് ചെയ്യാൻ പറ്റി. ആ ഒരു പ്രൗഡാണ് നമ്മളൊരു ഫാമിലി മീറ്റായിട്ട് നമ്മൾ തിക്കോടി ഹയാർ റിസോർട്ടിൽ വെച്ചിട്ട് 22nd ഈവനിങ്ങിൽ ഞങ്ങൾ അവിടെ ഒരു സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മീഡിയാസും എല്ലാ മറ്റുള്ള എൻ്റർപ്രണേഴ്സിനെയും ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. താങ്ക് യു. മെയിൻലി അത് ഓരോ കാറ്റഗറി ഉണ്ടാവും. ഇപ്പോൾ ഡെന്റിസ്റ്റ് എന്നുള്ളൊരു കാറ്റഗറി ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ ഓരോ കാറ്റഗറി ഉണ്ടാവും. അപ്പോൾ ഓരോ കാറ്റഗറി വൈസ് ആണ്. ഒരു ചാപ്റ്ററിൽ ഒരു കാറ്റഗറിയിൽ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു എന്താണ് പറയുക, ഒരു ആയുർവേദ ഡോക്ടർ ആണെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടർ മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. രണ്ടാമതൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് എൻട്രി ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ 42 പേര് നമ്മുടെ ചാപ്റ്ററിലുള്ള 42 ഡിഫറെൻറ്റ് ഫീൽഡിലുള്ള ആളുകളാണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ആൾക്കാരുണ്ട്, പിന്നെ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിംഗ് അങ്ങനെയുള്ളൊരു കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്, പിന്നെ എഞ്ചിനീയർമാരുണ്ട്, നമ്മളതിൽ ഇൻറ്റീരിയർ കോൺട്രാക്ടേഴ്സ് ഉണ്ട്, ടൈൽ വർക്കേഴ്സ് ഉണ്ട്, ടൈലിൻ്റെ വർക്ക് എടുക്കുന്നവരുണ്ട്, അതുപോലെ കല്ല് കെട്ടുന്നവരുണ്ട്, സിമെൻറ്റ് ഡീലേഴ്സ് ഉണ്ട്. അങ്ങനെ വേറെ വേറെ കാറ്റഗറിയിലുള്ളവരായിരിക്കും ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടാവും. അവർ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ് കൈമാറുക എന്നുള്ളതാണ് BNI കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്രെഡിബിലിറ്റി നോക്കും, മുൻകാല പരിചയങ്ങളും കാര്യങ്ങളും നോക്കും, അവരുടെ വർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കും. എന്നിട്ട് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു കാറ്റഗറിയിൽ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മെയിൻലി നമ്മൾ എല്ലാ ഫ്രൈഡേയും നമ്മൾ വടകര ക്രിസ്റ്റൽ സൂട്ട്സിൽ വെച്ചാണ് നമ്മളെ മീറ്റിംഗ് നടത്തുക. അപ്പോൾ ഒരാഴ്ച നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ് കൊടുക്കുകയാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡോക്ടർ ആയുർവേദ ഡോക്ടറാണ്, അല്ലെങ്കിൽ ആയുർവേദ ഫേം നടത്തുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗമോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവർക്കൊരു ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിട്ട് നമ്മൾ റെഫറൽസ് ആണ് കൈമാറുന്നത്. നമ്മൾ റെഫറലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. ഫോർ എക്സാമ്പിൾ എനിക്കൊരു എൻ്റെ മകനോ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവിനെയോ അല്ലെങ്കിൽ എൻ്റെ പല്ല് സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഞാൻ റെഫർ ചെയ്യുന്നത് ഡോക്ടർ അനിൽ കെ സുഭാഷിനാണ് ഞാൻ റെഫർ ചെയ്യുന്നത്. എൻ്റെ ചാപ്റ്ററിലെ ഡോക്ടറിനാണ് ഞങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പല നമ്മൾ ബിസിനസ് ഓണേഴ്സ് ആകുന്ന സമയത്ത് നമുക്കൊരു വൈഡ് കോൺടാക്ട്സ് ഉണ്ടാവും. നമ്മളെല്ലാ ബിസിനസ് ഓണേഴ്സിനും നമുക്കൊരു വൈഡ് കോൺടാക്ട്സ് ഉണ്ടാവും.
അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേ എന്താ പറയുക സിവിൽ എഞ്ചിനീയർമാരുണ്ട്, അല്ലെങ്കിൽ ഇപ്പം കല്ല് കെട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന ബിസിനസ് മാത്രമല്ല, നമ്മളെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ ഒരു ബിസിനസ് സർക്കിൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുന്ന പല ബിസിനസ്സുകളും നമുക്ക് ഇങ്ങനെയുള്ള റിക്വയർമെന്റ് വരുന്ന സമയത്ത് ഞങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ നമ്മുടെ ചാപ്റ്ററിലുള്ള മെമ്പേഴ്സിനാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഈ കാറ്റഗറിയിൽ തന്നെ മൾട്ടിപ്പിൾ സെയിം കാറ്റഗറിയിൽ വരുന്ന മറ്റുള്ള മെമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒന്നിക്കെങ്കിൽ ഞങ്ങൾ എന്താക്കും, അവർക്ക് വേറെ എന്തെങ്കിലും ബിസിനസ്സിൻ്റെ ആ കാറ്റഗറിയിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ തൊട്ട് നിയറസ്റ്റ് ഏതാണോ ചാപ്റ്റർ ആ ചാപ്റ്ററിലേക്ക് നമ്മൾ എന്താക്കും, ഈ മെമ്പർഷിപ്പ് നമുക്ക് അങ്ങോട്ടേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അപ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയാൻ നാദാപുരത്ത് ഒരു ചാപ്റ്റർ ഉണ്ട്, റോയൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, മാഹിയിൽ വേറെ ചാപ്റ്റർ ഉണ്ട്, കാലിക്കറ്റ് 19ഓളം ചാപ്റ്റർ കാലിക്കറ്റ് സിറ്റിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഇത്രയും സിറ്റിൻ്റെ ഉള്ളിലുള്ള ചാപ്റ്റർ വെച്ചിട്ട് പോലും നമുക്ക് ഞങ്ങൾക്ക് യാതൊരു ഏണിങ്സും ഇല്ല. ഇതൊരു നമ്മള് ത്രൂ കൊടുത്ത ബിസിനസ്സുകൾ, നമുക്ക് അതല്ലാണ്ട് വേറെ അച്ചീവ്മെന്റ് ഒന്നും. ബിസിനസ് ഉണ്ടാവില്ലേ? ഇതിലിപ്പോ എന്തായാലും അംഗത്തെ ഫീസ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നുണ്ടല്ലോ. അതെ. അംഗത്തെ ഫീസ് പറഞ്ഞിട്ട് വലിയൊരു പൈസ ഏതാണ്ട് 1,00,000 അതെ. മുകളിൽ ഇത് വാങ്ങിക്കുന്നുണ്ട്. ഒരു 59,000 അപ്പൊ അതിന്റെ അടുത്തുള്ള ചെലവെല്ലാം കൂടി വരുമ്പോ അതെ. അപ്പൊ അത് ശരിക്കും നിങ്ങളുടെ ഏണിങ്സ് തന്നെയല്ലേ? അല്ല, അത് BNA ആണ്. അല്ല, BNA അതന്നെ എന്ന് അത് പറയുന്നത് ഇതിന്റെ യഥാർത്ഥ ഈ ഉടമകൾ അല്ലെങ്കിൽ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരൊക്കെയാണല്ലോ ഈ പൈസ പോകുന്നത്. അല്ലാതെ ഈ പൈസ എവിടത്തേക്കാ ശരിക്കും പോകുന്നത്? ഇല്ല, ഇതിന്റെ ചെറിയ ഇത് ഇന്റർനാഷണൽ അതന്നെ, ഓർഗനൈസേഷൻ. എവിടെ ആയി കഴിഞ്ഞാലും ആ ഒരു വാങ്ങി ഇപ്പൊ നമ്മളിപ്പോ 59,000 രൂപ തരുന്ന ഒരാളെ പൈസ അത് എവിടത്തേക്കാ പോകുന്നത് ശരിക്കും? BNA Regional. എന്ന് പറഞ്ഞ ആൾക്ക് പൈസ കിട്ടുന്നുണ്ട്. അതെ. അപ്പൊ അതാണല്ലോ ആ ബിസിനസ്. അതെ. പിന്നെ ഇതിലുള്ള വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സാധാരണ ഇപ്പൊ കച്ചവടം എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോ ഒരു റെഡിമെയ്ഡ്സോ അല്ല എന്തെങ്കിലും സാധനം അവിടുന്ന് വാങ്ങിച്ചു ഇവിടുന്ന് വാങ്ങിക്കുന്നു പറയുന്നത് അതൊക്കെയാണ്. പക്ഷെ ഈ ആരോഗ്യ മേഖലയിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ ആയുർവേദത്തിൻ്റെത് നിങ്ങൾ ഇവരെ ഏൽപ്പിക്കുന്നത്, ഈ പല്ലിൻ്റെത് ഇവരെ ഏൽപ്പിക്കുന്നത്, ഇനി ഇവിടെ ഇവരല്ലാത്ത മറ്റൊരാളെന്ന് പറയുമ്പോൾ വേറൊരു ചാപ്റ്ററിലേക്ക് നിങ്ങൾ പറഞ്ഞേക്കുന്നത്. അതായത് ഇപ്പൊ വടകരയിലുള്ള നല്ല മറ്റുള്ള ഹോസ്പിറ്റലുകളോ അല്ലെ പല്ലിന്റെ ഡോക്ടർമാരെയോ സമീപിക്കാതെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത ചാപ്റ്ററിൽ വേറെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അത് ശരിക്കും അല്ല, ഇതിലൊരിക്കലും നിർബന്ധമില്ല. എന്താ ഇല്ല. ഇപ്പൊ ഈ ഒരു ആയുർവേദത്തിന്റെ കേസിന്റെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിന്റെ മകളെ നിങ്ങൾ തന്നെ പറഞ്ഞ പ്രകാരം ഈ പറഞ്ഞ ആയുർവേദ നിർബന്ധമില്ല. ഇവരെടുത്താണ് നിർബന്ധമില്ല, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ആ ഒരു കേസ് ഇപ്പൊ പറഞ്ഞ കേസ്. അതെ, അത് ഒരിക്കലും ഒരു കമ്പൽസറി അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ്. അതെ. നെറ്റ്വർക്ക് പേരാണ്. ഗൂഗിൾ ചെയ്യാതെ. അതെ. അതെ. ഇല്ല, ഒന്നുമില്ല. മൾട്ടി ലെവൽ ഒന്നുമില്ല. മാർക്കറ്റിംഗ് പോലത്തെ ഒരു സംഭവം അതിനകത്ത് യാതൊരു- അതങ്ങനെ കൺഫ്യൂസ് ആവും. അത് അതിന്റെ പേരാണ്. അല്ല, അത് അങ്ങനെ ഒരു നെറ്റ്വർക്ക് എന്ന് ഉദ്ദേശിക്കുന്ന കൂട്ടായ്മക്കുള്ള പേരാണ്. അല്ലാണ്ട് അതില് ചെയിൻ സിസ്റ്റം അല്ലല്ലോ. അല്ല, ഇതിന് അവര് ഇന്റർനാഷണലി അവര് കൊടുത്ത പേരാണ് ഈ BNA എന്ന് പറയുന്നത്. നെറ്റ്വർക്കിംഗ് അതെ. നെറ്റ്വർക്കിംഗ് എന്നുള്ളൊരു വാക്ക് വരുമ്പോ ബിസിനസ് എല്ലാം ഓക്കെ, പക്ഷെ ആരോഗ്യ മേഖല ഇതില് കണക്ട് ചെയ്യുമ്പോൾ അത് ശരിക്കും ഒരു വിഷയം തന്നെയാണ്. കാരണം നിർബന്ധിക്കുന്നില്ല. ഇപ്പൊ പറഞ്ഞ പ്രകാരമല്ല, നമ്മളിപ്പോ ഒരു ആയുർവേദ ടോപ്പ് ലെവലിലുള്ള ഒരു ഹോസ്പിറ്റലും കാര്യങ്ങളും, പക്ഷെ ഇവരെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് എന്ന് പറയുമ്പോൾ അടുത്ത ചാപ്റ്ററിലെ ഒരാളെ കണ്ടെത്തണം. അങ്ങനെ നിർബന്ധമില്ല. പിന്നെ ഡോക്ടർ അനിൽ കെ സുഭാഷ് നോട്ട് ചെയ്യും. ഡോക്ടർ അനിൽ കെ സുഭാഷ് ആണ്. ഡോക്ടർ അനിൽ കെ സുഭാഷ് ഡെന്റിസ്റ്റ് ആണ് ഞാൻ. MDS ഡെന്റലിന്റെ അത് എമൗണ്ട് രേഖപ്പെടുത്തും. എമൗണ്ട് ആണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു അപ്പാസൻസിലെ ഇപ്പൊ ഒരു ഇപ്പം വീട്ടിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ഒരു 5-10 ലക്ഷം രൂപ ഒരു ബിസിനസ് അവിടെ അതെ. അത് ശരിക്കും ഇതിൽ 10 ലക്ഷം തന്നെയല്ലേ രേഖപ്പെടുത്തേണ്ടോ? അതെ, തീർച്ചയായും. ആരാണോ ചെയ്തെന്ന് അവർക്ക് ചിലപ്പോൾ രേഖപ്പെടുത്താൻ പറ്റും. അല്ലേ? ഇതിന് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ അങ്ങനത്തെ ഒരു 10 വർക്ക് നടന്നു കഴിഞ്ഞാല് ഒരു കോടിയായില്ലേ? അതെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കൺസിസ്റ്റൻസും ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താക്കാൻ പറ്റും. അവരെ പല കാര്യങ്ങൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന രീതി മാത്രം. ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മള് പ്യൂർലി ഇത് ശരിക്കും ഇന്റർനാഷണലി ആണ്. ഇതിന്റെ അംഗത്വം എന്ന് പറയുന്നത് ഇന്റർനാഷണലി ആണ് വരുന്നത്. 7ഓളം 14 countries. അതെ. പക്ഷെ ഇതിനകത്ത് JC എന്നുള്ള ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട്. മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിട്ട് ആൾക്കാരൊക്കെ റോട്ടറിയിലുള്ളവർ ഇതിലുണ്ട്, JC-യിലുള്ളവരുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ് റെഫറലിൽ മാത്രമേ ഉള്ളൂ. ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ, അതാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്.